ഹായ് ഫ്രണ്ട്സ്, ലല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇപ്പം മഴക്കാലമാണ്. കുറേ രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തിൽ തന്നെ ഏകദേശം 40ഓളം ആൾക്കാർ എലിപ്പനി കാരണം മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ എലിപ്പനി? ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി. അതിന് വേറൊരു പേരുണ്ട്, വീൽസ് ഡിസീസും എന്നും കൂടി പറയുന്നുണ്ട്. എലിപ്പനി എങ്ങനെയാണ് പകരുന്നത്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് എലിപ്പനി എന്ന് കേൾക്കുമ്പോൾ എലി കൊണ്ട് മാത്രമല്ല കേട്ടോ എലിപ്പനി ഉണ്ടാവുന്നത്. എലിയെ പോലെ കന്നുകാലി, പൂച്ച, അവരുടെയൊക്കെ മൂത്രത്തിലൂടെയുള്ള ബാക്ടീരിയ കാരണവും എലിപ്പനി പകരാം. അതായത് മലിനവെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെ നമ്മൾ മലിനവെള്ളത്തിൽ കാല് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായിട്ട് നമുക്ക് ബന്ധം വരുമ്പോൾ അതിലൂടെ അതിൻ്റെ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് എലിപ്പനി വരാം. രണ്ട് തരത്തിൽ പ്രധാനമായിട്ടും എലിപ്പനി വരാം. ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ വരാം, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് മലിനവെള്ളത്തിൽ നമ്മൾ നടക്കുന്നത് മൂലമോ അല്ലെങ്കിൽ മലിനവെള്ളത്തിൽ നമ്മൾ കുറേ നേരം നിൽക്കുകയോ അങ്ങനെ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ മുറിവിലൂടെ പ്രവേശിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നീന്തുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വായയിലേക്കൊക്കെ ചിലപ്പോൾ മൂക്കിലൂടെയും വെള്ളം കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ നമ്മുടെ മ്യൂക്കോസ വഴിയും നമുക്ക് ഈ അസുഖം വരാനായിട്ട് സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇൻഡയറക്റ്റായിട്ട് എലിപ്പനി വരുന്നത്? ഇൻഡയറക്റ്റായിട്ട് എലിപ്പനി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ അല്ലെങ്കിൽ മലിന വെള്ളത്തിലും നിൽക്കുന്ന ഈച്ച, കൊതുക്, അവയൊക്കെ നമ്മുടെ തുറന്നു വെച്ച ഭക്ഷണപദാർത്ഥത്തിൽ വന്നിരുന്നിട്ട് അത് ആ വൃത്തിഹീനമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് എലിപ്പനി വരാം. അങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും നമുക്ക് എലിപ്പനി വരാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് എലിപ്പനി എങ്ങനെയാണ് വരുന്നതെന്ന്. ഇനി അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ടുള്ള രോഗലക്ഷണം കഠിനമായ പനി, അതുപോലെ തന്നെ തലവേദന, പിന്നെ മയാൾജിയം, നമുക്ക് മസിൽ പെയിൻ ഉണ്ടായിരിക്കും, മേലുവേദന, ക്ഷീണം, ഓക്കാനം, പിന്നെ അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അപ്പസിറ്റി, അതായത് ചിലർക്ക് ഡയേറിയ, വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റാഷസ്, ചുവന്നു തുടുത്ത പാടുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ലക്ഷണം: പനി, തലവേദന, മേലുവേദന, മസിൽ പെയിൻ, പേശിവേദന, അതുപോലെ തന്നെ വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾ. അപ്പോൾ ഇതാണ് ലക്ഷണങ്ങൾ. ഇതെങ്ങനെ നമുക്ക് എലിപ്പനി കണ്ടുപിടിക്കാം? ഈ രോഗലക്ഷണങ്ങളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലെപ്റ്റോ IgM എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിലൂടെ നമുക്ക് വേഗം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ എലിപ്പനി വരുമ്പോൾ നമ്മുടെ മൈൽഡ് ലെപ്റ്റോസ്പൈറോസിസ് ആവാം, മോഡറേറ്റ്, സിവിയർ. അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് പല കാറ്റഗറീസിൽ നമ്മൾ എലിപ്പനി എന്ന് പറഞ്ഞ അസുഖത്തെ തരം തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മുടെ കരളിനെ ബാധിക്കും, ഹൃദയത്തെ ബാധിക്കും, വൃക്കയെ ബാധിക്കും. നമ്മുടെ ശരീരത്തിലെ മെയിനായിട്ടുള്ള എല്ലാ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യും. മരണം വരെ നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് ഈ കാലത്ത് പനിയൊക്കെ വരുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് കൺസിഡർ ചെയ്യാതെ വേഗം തന്നെ പോയി കാണിക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പോയി കാണിക്കുകയാണെങ്കിൽ നമുക്ക് രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അത് സിവിയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ICU സ്റ്റാഫാണ്. എനിക്കറിയാം എത്ര പേര് എലിപ്പനി വന്ന് മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. നമുക്ക് എലിപ്പനീനെ പ്രതിരോധിക്കാനായിട്ട് അംഗനവാടിയിൽ നിന്നും മറ്റ് ഹെൽത്ത് വർക്കേഴ്സൊക്കെ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞൊരു ടാബ് കൊണ്ടുവന്ന് തരും.
200 mg അല്ലെങ്കിൽ 100 mg ആ ടാബ് എല്ലാവരും നിർബന്ധമായിട്ട് കഴിക്കുക. പിന്നെ കഴിക്കാൻ 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പ്രഗ്നൻറ്റ്, ലാക്ടേറ്റിംഗ് വുമൺ അവർ കഴിക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാവരും ലെപ്റ്റോൻ്റെ ഈ മരുന്ന് കൊണ്ടുവന്ന് തരുമ്പോൾ എന്തായാലും കഴിക്കുക. ലെപ്റ്റോസ്പൈറോസിസ് ചില്ലറക്കാരനല്ല, നമ്മുടെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ പ്രതിരോധ മരുന്ന് കൊണ്ടുവരുമ്പോൾ കഴിക്കാം. പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അപ്സെറ്റൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണത്തോടൊപ്പം കഴിക്കുക. പിന്നെ ഇത് കഴിക്കുന്നതിനോട് തൊട്ടടുത്ത് പാലുൽപ്പന്നങ്ങൾ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റ്സ് ഒന്നും, ഈ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ലാക്ടേറ്റിക് വുമൺ എന്നൊക്കെ ഈ ഡോക്സിസൈക്ലിൻ്റെ എഫക്റ്റ് തന്നെ വരുന്ന ഒരു ടാബാണ് അസിത്രോമൈസിൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ്. അപ്പോൾ ഈ ഡോക്സിസൈക്ലിൻ്റെ പകരമായിട്ട് അങ്ങനെ കഴിക്കാൻ പാടാത്തവർക്ക് നമുക്ക് അസിത്രോമൈസിൻ, കുട്ടികൾക്കൊക്കെ അസിത്രോമൈസിൻ ടാബ് കൊടുക്കാനായിട്ട് സാധിക്കും. അതൊരു ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രതിരോധിക്കാം? ഹാൻഡ് ഹൈജീൻ നന്നായിട്ട് ഇങ്ങനെ മലിനജലത്തിൽ തൊടുകയോ അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വരികയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മൃഗങ്ങൾ, പൂച്ച, പട്ടി, കന്നുകാലി ഇവരെയൊക്കെ തൊടാനായിട്ടുള്ള സാഹചര്യം വരാണെങ്കിൽ നന്നായി കൈ സോപ്പിട്ട് കഴുകുക. പിന്നെ മലിനമായി കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുമായിട്ട് ബന്ധം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൃഷിക്കാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ കയ്യുറകൾ ധരിക്കാം, കാലുറകൾ ധരിക്കാം. അപ്പോൾ നമ്മൾ ക്ലീനായിട്ടിരിക്കാനും അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇടപെടേണ്ടി വന്നാൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്ന് വയ്ക്കാതിരിക്കുക. പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം മാത്രമേ കുടിക്കാവൂ. തണുത്ത വെള്ളം കുടിക്കരുത്. വൃത്തിയുള്ള വെള്ളം, വൃത്തിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുക. നമ്മൾ സ്വയം വൃത്തിയായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം മഴക്കാലമാണ്, പലർക്കും പല രോഗങ്ങളും വന്ന് പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഡോക്ടറെ പോയിട്ട് കാണിക്കുക. ഓക്കെ, താങ്ക്സ്.